വെൽക്കം ബാക്ക് ടു മൈ ന്യൂ വീഡിയോ. ഇന്ന് ആക്ച്വലി സിംഗപ്പൂരിലെ ഡേ 5 ആൻഡ് ലാസ്റ്റ് ഡേ ആണ്. സോ ഇന്ന് ഉച്ചവരെ നമ്മൾ പ്രത്യേകിച്ചൊന്നും ചെയ്തില്ല, കുറച്ച് ഷോപ്പിംഗ് കാര്യങ്ങളൊക്കെ ആയിരുന്നു. സോ ഇപ്പോൾ രാത്രി ഒരു 7:30 ആയപ്പോഴാണ് നമ്മളിവിടെ ക്ലാക്ക് വേയിലുള്ള ഒരു ബോട്ട് റൈഡിനെ അല്ലെങ്കിൽ റിവർ ക്രൂസിനെ വന്നിരിക്കുന്നത്. ഇത് സിംഗപ്പൂർ റിവറിലുള്ള ഒരു ക്രൂസാണ്. സോ അതിൻ്റെ ഡീറ്റെയിൽസും എക്സ്പീരിയൻസ് ആയിട്ടാണ് ഞാൻ ഈ വീഡിയോ ആയിട്ട് വന്നിരിക്കുന്നത്. സോ ലെറ്റ്സ് ഗെറ്റ് ടു ദ വീഡിയോ. സോ പ്രൈമറി ആയിട്ടുള്ള ബോട്ട് റൈഡ്സ് ഒക്കെ നമുക്ക് ക്ലാക്ക് വേ ജെട്ടിയിൽ നിന്നാണ് എടുക്കാൻ പറ്റുക. അല്ലെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ഫോർട്ട് കാനിങ് ജെട്ടിയിൽ നിന്നോ അല്ലെങ്കിൽ മറീന സൗത്ത് പീരിയിൽ നിന്നൊക്കെ നിങ്ങൾക്ക് ഇങ്ങനത്തെ റിവർ ക്രൂസുകൾക്ക് വേണ്ടി ബുക്ക് ചെയ്യാൻ പറ്റും. നിങ്ങൾക്ക് ഈ റിവർ ക്രൂസിൻ്റെ ബുക്കറ്റ്സ് ഓൺലൈനായിട്ട് ബുക്ക് ചെയ്യാം. അല്ലെങ്കിൽ ഞങ്ങൾ ഈ ക്ലാക്ക് വേയുടെ ഇവിടെ വന്നപ്പോൾ കുറേ ടൈപ്സ് ഓഫ് ടൂർ ഓപ്പറേറ്റേഴ്സ് ഉണ്ടായിരുന്നു. സോ അവിടെ പോയിട്ട് ടിക്കറ്റ് എടുക്കുകയാണ് ചെയ്തത്. സോ ഞാനിവിടെ നിന്ന് ഒരു കുഞ്ഞ് ബുക്ക്ലെറ്റ് എടുത്തിരുന്നു. ഇതിലിങ്ങനെ നമ്മൾ പോകുന്ന റൂട്ടും കാര്യങ്ങളൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. സോ ഇവിടെ നമ്മൾ മെറീന ബേ സാൻഡ്സിന് അവിടേക്കാണ് എത്താൻ പോകുന്നത്. അവിടെ ഒരു ലൈറ്റ് ആൻഡ് ഡേയ്സ് ഷോ ഉണ്ട്. അത് ഇൻക്ലൂഡഡ് ആയിട്ടുള്ള പാക്കേജാണ് നമ്മൾ എടുത്തേക്കുന്നത്. അതില്ലാത്ത പാക്കേജസും വേറെ പാക്കേജസും കാര്യങ്ങളൊക്കെ ഉണ്ട്. സോ അതൊക്കെ നിങ്ങൾ ടൂർ ഓപ്പറേറ്ററിനോടോ അല്ലെങ്കിൽ ഓൺലൈൻ ബുക്ക് ചെയ്യുകയാണെങ്കിൽ എവിടെയോ നോക്കിയാൽ മതി. പിന്നെ ഡിന്നർ കിട്ടുന്ന ക്രൂസുകളുണ്ട്, സ്നാക്സ് കിട്ടും, പക്ഷേ അത് നമ്മൾ പ്രീ ബുക്ക് ചെയ്യണമായിരുന്നു. സിംഗപ്പൂർ വരാണെങ്കിൽ നിങ്ങൾ എന്തായാലും ഈ നൈറ്റ് ക്രൂസ് ട്രൈ ചെയ്യണം. കാരണം നല്ല രസമുണ്ടായിരുന്നു. ഡേ വരുന്നേക്കാളും കൂടുതൽ നൈറ്റ് വരാൻ ശ്രമിക്കുക. കാരണം ഈ നൈറ്റ് ലൈറ്റിൽ സിംഗപ്പൂർ കാണാൻ വേറൊരു ഭംഗി തന്നെയാണ്. നമ്മളിങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുമ്പോൾ വേറെയും കുറേ ബോട്ട്സും കാര്യങ്ങളൊക്കെ നമുക്ക് കാണാൻ പറ്റും കേട്ടോ. സിംഗപ്പൂർ റിവർ ക്രൂസിൻ്റെ ഹിസ്റ്ററി 1987 തുടങ്ങിയത്. കൂടുതലും ഈ റിവർ ക്രൂസൊക്കെ നടക്കുന്നത് പംബോട്ട്സിലാണ്. ഈ പംബോട്ട്സിലൊക്കെ ബേബി ആയിട്ട് പോകാൻ അത്യാവശ്യം സേഫും കാര്യങ്ങളൊക്കെ ആയിരുന്നു. സോ നിങ്ങൾ ഫാമിലി ആയിട്ട് പോകുമ്പോൾ പേടിക്കാനൊന്നുമില്ല. സോ അങ്ങനെ നമ്മൾ മറീന ബേ സാൻഡ്സിൻ്റെ അവിടെ എത്തി. ജോസ് വെള്ളത്തിലേക്ക് ചാടാൻ നിൽക്കുന്ന പോലെ നിന്നിരുന്നത്, പക്ഷെ ടൈറ്റായിട്ട് പിടിച്ചുകൊണ്ട് പ്രത്യേകിച്ച് കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ നമ്മുടെ ലൈറ്റ് ആൻഡ് ലേസർ ഷോ തുടങ്ങാൻ വേണ്ടിയിട്ട് നമ്മൾ വെയിറ്റ് ചെയ്തിരിക്കുമായിരുന്നു. എല്ലാവരും ക്യാമറ ഒക്കെ എടുത്ത് റെഡിയായി വീഡിയോ എടുക്കാൻ. അങ്ങനെ നമ്മുടെ ഷോ തുടങ്ങി. നിങ്ങൾക്ക് ആക്ച്വലി വാട്ടർ ബീന്നും വേണമെങ്കിൽ ക്രൂസൊക്കെ എടുക്കാൻ പറ്റും. ഈ ഷോ അത്യാവശ്യം രസവും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ലൈറ്റ്സ് ഉണ്ടായിരുന്നു, സൗണ്ട്സും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതുകൂടാതെ വാട്ടർ ഫൗണ്ടൻസ് ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷെ മസ്റ്റ് സീ ഒന്നല്ല, പക്ഷെ എന്നാലും കാണാം. ഈ ക്രൂസ് ഒരു 1.5 hours ഉണ്ടായിരുന്നു. സോ അതുകൊണ്ട് നമ്മൾ 9:30 കയറി ക്രൂസ് നമ്മൾ ഇറങ്ങിയപ്പോൾ ഒരു 11 o'clock ആയി. സോ അതുകൊണ്ട് തന്നെ ക്ലാക്ക് വേയിൽ എന്തെങ്കിലും കഴിക്കാമെന്ന് വിചാരിച്ചു. കുറേ റെസ്റ്റോറൻറ്റ്സ് ഒക്കെ അടച്ചുകൊണ്ട് നമ്മൾ ഡോൺ ഡോക്കി എന്ന് പറഞ്ഞൊരു സ്ഥലത്ത് നിന്ന് ഫുഡ് മേടിച്ച് ഹീറ്റാക്കി കഴിക്കുകയാണ് ചെയ്തത്. അതിനുശേഷം ഒരു നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള റെയിൻബോ ലൈറ്റ്സ് ഉള്ള ബിൽഡിംഗ് കണ്ടു. ഒരു ഐസ്ക്രീമൊക്കെ കഴിച്ചു. അതിനുശേഷം നമ്മൾ ഹോട്ടലിൻ്റെ അവിടേക്ക് നടന്നു തുടങ്ങി. തിരിച്ചു നടക്കുക എല്ലാവർക്കും ഒരു കുഞ്ഞ് സങ്കടം ഉണ്ടായിരുന്നു. കാരണം എപ്പോഴും നമ്മൾ തിരിച്ചു നടക്കുമ്പോൾ നാളെ ഒരു നല്ല ആക്ടിവിറ്റി പ്ലാൻഡ് ആയിരിക്കും, പക്ഷെ നാളെ നമ്മൾ തിരിച്ചു പോലായിരുന്നു. പിന്നെ ലാസ്റ്റ് ഡേ ആയതുകൊണ്ട് എൻ്റെ ഒരു കുഞ്ഞ് സങ്കടം. സോ അങ്ങനെ നമ്മുടെ ഹോട്ടലിൻ്റെ അവിടെ നമ്മൾ എത്തി. ഇതൊരു കുഞ്ഞ് വീഡിയോ. സോ അടുത്ത വീഡിയോയിൽ കാണാം. നാളെ മോസ്റ്റ്ലി വീഡിയോ എടുക്കുന്നത് ഇവിടെ തൊട്ട് ബാംഗ്ലൂർ വരെയുള്ള ട്രാവലായിരിക്കും. സോ എന്തായാലും അടുത്ത വീഡിയോയിൽ കാണാം. ഇവിടെ ഓൾമോസ്റ്റ് 11 o'clock ആയി. സോ ടാറ്റ ബൈ ബൈ, സീ യു ഇൻ മൈ നെക്സ്റ്റ്.